ഹായ് ഹായ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ആണ്. പിന്നെ വേഗം പോയി കിടന്നു. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ആരെ അറിയാം. എനക്ക് ഇങ്ങനെ ഉറക്കം വന്നു, അതുകൊണ്ട് അച്ഛനെ ഉറക്കുന്നേ അവള്. ഇവിടെ എത്ര തലക്ക് മസാജ് കിട്ടിയാലും മതിയാവാത്ത ഒരാളാണ് ശ്രീനാഥനെ. മേധുവിനെ കൊണ്ടും എന്നെ കൊണ്ടും മണിക്കൂട്ടിനെ കൊണ്ടും എപ്പോഴും ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് ഏതായാലും അതിനൊരു പരിഹാരമായിട്ടൊരു സാധനം വാങ്ങിച്ചേക്കാന്നല്ലേ. അതെ അതെ. സംഭവം ഞാൻ ആ സാധനമാണ് ഈ സാധനം, ഈ തലക്കാക്കുന്നത്. ഹെഡ് മസാജർ അല്ല മേതുട്ടി. മസാജ് എന്തെന്ന് വെച്ചാ ഇതാ ഈടിയാണ് ഉണക്കേണ്ട സാധനം. ഇതാ ഇത് ഒറ്റ പിടിച്ച് ഒരിക്കൽ വെക്കാൻ മതി. ഓഫാക്കണമെങ്കിൽ ഇതാ ബാറിൽ ഇങ്ങനെ കൊറേ നേരം നിൽക്കണം, കുറച്ചു നേരം. ഇതാ ഇങ്ങനെ കൊറേ നേരം ഇതാ ഇങ്ങനെ ഉണക്കിട്ട് കുറച്ചേരം ഇങ്ങനെ നിൽക്കല് ഒറ്റ. അതല്ലേ, ഞാനിപ്പോ ഇങ്ങനെ ഉറക്കം വന്നിട്ടില്ല കേട്ടാ. മേതൂട്ടി ഇങ്ങനെ മസാജ് ചെയ്ത് കൊണ്ടിരിക്കുന്നു. നല്ല ഉറക്കം. എന്താന്ന് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. മൈഗ്രെയിൻ്റെ ഇഷ്യൂ. അപ്പം പ്രിയ, മണിക്കുട്ടൻ, മേതൂട്ടിക്ക് ഇവർക്ക് ഇതന്നെ പണി. അങ്ങനെ ലാസ്റ്റ്ലി ഒരു ദിവസം മണിക്കൂട്ടനില്ലേ തലക്ക് മസാജ് ചെയ്ത് മടുത്തു. ലാസ്റ്റ്ലി എന്തെങ്കിലും ഒന്ന് നോക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫ്ലിപ്കാർട്ടില് ഏടിയോ മണിക്കൂട്ടൻ അല്ല മണിക്കൂട്ട ഏടിയോ കണ്ടിട്ട് പരസ്യം അത് തേടി പറഞ്ഞ അച്ഛാ തൽക്കാലം നമുക്ക് ഇത് വാങ്ങാം. ഇത് വാങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, നല്ല സാധനം. ഞാനിത് മുന്നേ കണ്ടതാന്നേ. പിന്നെ മുടി കൊഴിച്ചിലിനെല്ലാം നല്ലത് ഇങ്ങനെ കണ്ടതാണ്. എന്നിട്ട് അതെല്ലേ, കുഞ്ഞു കാവ്യാമ്പാ. എന്നിട്ട് ഞാനത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിനി. അപ്പൊ നിങ്ങൾ മേടിച്ചത് വേറെന്തോ ആണ്. ഞാൻ കാർട്ടിലിട്ട് വെച്ച് പിന്നെ മേടിക്കാ, ചിലപ്പോ നല്ലതാന്നോ അല്ലയോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മേടിക്കാണ്ട് ആടെ വെച്ച സാധനം മേതൂട്ടി. അതിന്റെ പേര് ഹെഡ് മസാജർ. അത് തലക്ക് മാത്രം വെക്കണ്ട. അത് ഏതൊരു പടത്തിൽ സലീംകുമാറിന് പിന്നെ തലക്കാക്കുന്നില്ലേ മണിക്കൂട്ട, മറ്റേ ഏതെന്നാണൊരു പടം, തലക്ക് ഇതാക്കുന്ന ഒരു സംസാരിക്കാൻ പറ്റാത്തവന്റെ വൈഫ് ആകുമ്പോ മണിക്കൂട്ടിനാണെന്ന് എന്തല്ലോ യക്ഷം കാണിച്ചു കേട്ടോ ശ്രീനാട്ടൻ ഇങ്ങനെ പറയുമ്പോ. അമ്മ എനക്കറിയോന്നില്ലത്. മണിക്കൂട്ടൻ അറിയില്ല. മണിക്കൂട്ടൻ പടം കണ്ടിരുന്നത് മണിക്കൂട്ടിന് ഓർമ്മയില്ല. അവന്റെ പേര് എനിക്കറിയില്ല. അതിന്റെ എങ്ങനെയുണ്ട് ശ്രീനാട്ട ഈ സംഭവം? എങ്ങനെയുണ്ട്? സംഭവം കുഴപ്പമൊന്നുമില്ല. വർക്കിംഗ് അല്ലാത്ത സാധനം മേടിക്കുവാ. അത് സംഭവം അടിപൊളിയാന്ന്. വർക്കായിട്ടുണ്ട്. ഇത് പറഞ്ഞാ ഇത് വാങ്ങിച്ചത് നമ്മൾ നമ്മള് വാങ്ങിയത് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണാ? അതെയാ, എന്നാ പിന്നെ അങ്ങനെ എന്തുവാന്ന്. അപ്പൊ കുഴപ്പമില്ല, അടിപൊളി. അപ്പൊ ഇവർക്കെല്ലാം ഇനിയിപ്പൊ കൈക്ക് കുറച്ച് സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ എനക്ക് തലവേദന അത് ഇടക്ക് വരുന്നു. പക്ഷെ എനക്ക് മേതൂട്ടി ഇങ്ങനെ ആക്കുന്ന ഇഷ്ടേ. പക്ഷെ പ്രിയക്ക് പേടിയാട്ടാ ഇത് വെക്കാൻ വേണ്ടിട്ട്. എനിക്ക് പേടിയെന്ന് വെച്ചാൽ മുടി അതില് കുടുങ്ങി പിടിക്കാന്ന് പേടി. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ, മുടിയൊന്നും കുടുങ്ങി പിടിക്കും. ഞാൻ കൊറേ വട്ടം ചെയ്തിനത്. മേടിച്ചതിന്റെ പിന്നെ ഞാൻ 2 പ്രാവശ്യം ചെയ്തു. ഇത് കാണുമ്പോ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അടിയല്ലാവും, പ്രശ്നങ്ങളെല്ലാവും. ചാർജ് ചെയ്ത് കൊടുക്കണ്ടേ? ബാറ്ററി അല്ലല്ലോ ചാർജ് ചെയ്യുന്നത്. അതിന്റെ പേക്ക് എടുത്തിട്ട് വന്ന മണിക്കൂട്ടാ. ഇത് പേക്ക് കാണിക്കാം. ഒരാളോട് പറഞ്ഞതേ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയേ വേണ്ടു. അത് കഴിഞ്ഞാ പിന്നെ ഇവര് രണ്ടാളും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. മണിക്കൂട്ടി മേതൂട്ടി കൊടുക്കൂല. മേതൂട്ടി ഇതാണ് അതിന്റെ ബോക്സ് ഇട്ടാ. ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ, എല്ലാവരും നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയാ. എന്നെയും പറയാൻ പറ്റൂല ഇവര്. ഒരാൾ എന്നാ പിന്നെ മേതൂട്ടി എന്ന് പറയട്ടെ. ഒരു സാധനം വരും. ഓപ്പൺ ആക്കിട്ട് സീ ചാർജ് ആണ്. അത് കഴിഞ്ഞിപ്പോ വേറൊന്നും വരുന്നില്ല കേട്ടാ. കാലി ഡബിന് ഇതും ഈ സംഭവം. പക്ഷെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തറക്കലും ചെറിയ റിലാക്സിങ് ഓക്കെയാണ്. അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മള് ലിങ്ക് ടാഗ് ലണ്ടൻ ഇംഗ്ലണ്ട് തായ്ലി ലിങ്ക് ഉണ്ട്. എല്ലാരും പോയി അയ്യോ താലി അടിച്ച്. ഈ രണ്ടാളുണ്ടെങ്കിൽ എന്റെ പണി ഒരുക്കൂല.
മേതൂട്ടി പറ നീ പറ എല്ലാരും തല ലിങ്ക് ചെയ്തിട്ടുണ്ട്. എല്ലാരും പോയി പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാം നമുക്ക് ടാഗ് ചെയ്യാം അല്ലെ. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യാൻ വാങ്ങിച്ചു. നല്ല അടിപൊളി സാധനം നമ്മൾ മേടിച്ച് യൂസ് ചെയ്തു. നല്ല അടിപൊളി സാധനം. അങ്ങനെയല്ല, നമ്മൾ ഒരു സാധനം ഉപയോഗിച്ചിട്ട് അതിന്റെ റിവ്യൂ പറയണല്ലോ, നല്ലതാണോ മോശം ഒരു സുഖം ഉണ്ടായിന്. സംഭവം പറയാ, ഇന്ന് ഉച്ചക്ക് ഇവള് ഫുഡൊന്നും ആക്കില്ല കേട്ടോ. ഇതെന്താ എന്നിട്ട് നമ്മള് 3 ബിരിയാണി ഓർഡർ ചെയ്തു. ഇന്ന് സൻസാർ ഹോട്ടലിൽ നിന്ന് 3 ബിരിയാണി വാങ്ങിയിട്ടാണ് ഫുഡ് ആക്കാനേ. ഇന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് നമ്മള് വേറൊരു തിരക്കായിരുന്നു, ബിസി ആയിരുന്നു. അതൊന്നല്ല, നമ്മള് ഫുഡ് ആക്കായിട്ടല്ല, അത് വേറൊരു നമ്മള് പണിയും കാര്യമെല്ലാം ആയിട്ട് നമ്മള് തിരക്കായിരുന്നു. പറയാൻ പറ്റൂല. എന്നാന്ന് പറ. മേതൂട്ടി എപ്പോഴും ഉള്ള കാര്യം ഇത്. എന്തെങ്കിലും ഒന്ന് പറയുമ്പോ സ്വകാര്യം പറയാനുണ്ടാവും. രണ്ടും ഇവിടെ അടിയാന്ന്. ഇവരെ കൊണ്ട് ഞാനിവിടെ എത്ര ഒരു ദിവസം സ്കൂൾ എപ്പാ തുറക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. തുറക്കുമ്പോ എനിക്ക് കുറച്ച് സങ്കടം ഉണ്ട് കേട്ടാ. കാരണം ഫുഡിന്റെ കാര്യം രാവിലെ എണീറ്റ് വരെ വിടുന്ന കാര്യം ആലോചിക്കുമ്പോ കുറച്ച് ക്ഷീണമുണ്ട്. എന്നാലും പറ. പറയരുത് നാട്ടുകാരുടെ മുന്നിൽ നാറ്റിക്കരുത്, എന്റെ അഭിമാനം പോവും. അതിന്റെ ഇടക്ക് ഒന്ന് കാണിച്ചു തരാൻ മറന്നുപോയേ. മേതൂട്ടി മണിക്കൂട്ടന് ഇന്നല ഇതാ സൈക്കിൾ എടുത്ത് കളിച്ചതാണ്. മേതൂട്ടിയുടെ കാല് നോക്കിയേ. എന്നാ സംഭവിച്ചെന്നില്ല മണിക്കൂട്ടൻ പറഞ്ഞുതരും. സൈക്കിൾ ഉണ്ട്, ഓള് ബാക്കിലൊരു സീറ്റ് ഉണ്ട്, അങ്ങ് മേലെ നിന്നേ അതിൽ ഇരുന്നു പറഞ്ഞു എന്നോട്. ഞാൻ മുന്നോട്ട് നീങ്ങുമ്പോ ആ ഓള് ശരിക്കും ഇരിക്കുന്നു. ചോള് പോലും വീണു. സാധാരണ നമ്മള് വീണ അപ്പാട് കൈ വിടൂലേ സൈക്കിളിന്. ആ ബാക്കത്തെ സീറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ. കാല് നല്ലോണം ഒരഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ ആ തോല് പോയോണ്ട് കുളിക്കാനുള്ള നല്ല ബുദ്ധിമുട്ടായിരുന്നു മേതൂട്ടിക്ക്. ഇന്നലെ അല്ല മിനിയാന്നാ മുറിഞ്ഞതല്ലേ മേതൂട്ടി? മിനിയാന്നല്ലേ മുറിഞ്ഞത്? അപ്പൊ നല്ല വിശേഷം എന്ന് പറയാൻ നമ്മള് മേതൂട്ടിന്റെ പൊരിഞ്ഞ പല്ലിന്റെ അടുത്ത് ഒരു പുതിയ പല്ല് വന്നിട്ടുണ്ട്. അതെയാ കാണിച്ചേ? ചെറിയ പല്ല് വന്നിട്ടുണ്ട്. അതാണ് 2-3 ആഴ്ച ആവുമ്പോ നമ്മള് അതാണ് നേരത്തെ പൊരിഞ്ഞത് എന്ന് പറയുന്നത്. അല്ല അതല്ല, രാത്രി വരെ ഇവരെന്നെ പൊരി എന്റെ മോളെ ആരാ തല്ലുന്ന ഇങ്ങനെ? എന്നെ ഉന്തിയിട്ടിട്ട് ആ ചുമലിനെടുത്ത് തല്ലിടിച്ചു. അല്ല, മേതൂട്ടി പറയുന്ന കാരണം 2-3 ദിവസമായിട്ട് മേതൂട്ടിക്ക് ഏത് ബൈക്ക് പോയാലും വേദനകളാണ്. മേതൂട്ടി സൈക്കിളിൽ നിന്ന് വീണു, ഡോറ് മണിക്കൂട്ടം തുറക്കുമ്പോ മേതൂട്ടി ആടാ, ചെയർ എടുക്കുമ്പോ മേതൂട്ടി ആടാ. പിന്നെ ഓൻ ഉന്തിയിട്ടേക്ക് തല ചുമലിന് വേണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ ഇതൊന്നും. മേതൂട്ടി ഇന്ന് പരാതിപ്പെട്ട് തുറന്നു. ഇതൊന്നും മനസ്സിൽ പിടിച്ചിരിക്കണ്ട, വേണ്ട. ആരും മനസ്സിൽ വെക്കൊന്നും വേണ്ട, സീരിയസ് ആയി എടുക്കണ്ട. സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങളാണ്. എപ്പോഴും ഇതായിട്ട് നടക്കുന്നതാണ്. നിങ്ങളെ അടുത്ത് നടക്കുന്നുണ്ടാവും ചെലപ്പോ. അതുകൊണ്ട് ഒരു വിഷയാക്കണ്ട. മേതൂട്ടി ജസ്റ്റ് പറഞ്ഞേ. ഇവരിപ്പം അടി കൂടുന്നാണ്, കുറച്ച് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടാളും കിടക്കുന്നതാണ്. മുകളിലേക്ക് പോയിണ്ടാണ്, ഞെട്ടിട്ട് മുകളിലേക്ക് പോണ്ട, അത് കുറച്ച് എന്നാ മേതൂട്ടി പറയും. മേതൂട്ടിക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം. അപ്പൊ ഭക്ഷണം ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോ ക്ഷീണം വരുന്ന. ഭക്ഷണം ആക്കണ്ട്, ആക്കി ചോറുണ്ട്, കറിയുണ്ട്, പോരെ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വൈകുന്നേരം. ഇനിയിപ്പോ നമുക്ക് മേതൂട്ടിക്കും മണിക്കൂട്ടിനും ബാക്ക് ടു സ്കൂളിന്റെ കുറച്ച് പർച്ചേസിങ് ഉണ്ട് അല്ലേ? അടുത്ത ദിവസം അതിന് പോകണം. ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിട്ട്. ക്ഷീണം ആർമാദിക്കാൻ ഒരാളെ വീഴുന്ന പ്രവേശനോത്സവം ഉണ്ടാവും. 1ാം ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. മേതൂട്ടിന് 1ാം ക്ലാസ്സിലെത്തി. ആ സ്കൂളിലെ വലിയ ചേച്ചി. ഇത്രയും നാളെ കുഞ്ഞി പെണ്ണായിരുന്നു, ഇപ്പൊ ആ സ്കൂളിലെ വലിയ ചേച്ചിയായി. എന്തിന് മേതൂട്ടി നീ എന്നെ സങ്കടപ്പെടുത്തരുത്. ലീവ് എന്ന് പറഞ്ഞിട്ട് ഇനി ലീവില്ല. ഇനി ഒരു ദിവസം മുന്നേ നിന്നെ കൊണ്ടാക്കണം.
കഴിയുമ്പോ ലീവ് ഉണ്ടാവും. ഇനിയിപ്പൊ മഴ തുടങ്ങി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് മഴ തുടങ്ങി കഴിഞ്ഞാല് മഴ അപ്രത്യക്ഷമായിട്ടാ ഇന്നലെ അതായ ജൂണ് സ്കൂളില് പിള്ളേർ ബാഗ് എടുത്ത് ഇറങ്ങുമ്പോഴായിരിക്കും മഴ ദിവസങ്ങളിൽ കുറെ അതാണ് നമ്മുടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. മഴയുടെ പ്രത്യേകത. അല്ലേ? കുട്ടികളോട് ഭയങ്കര സ്നേഹമാണ് മഴക്ക്. ആ എന്തേ സ്കൂൾ കൂട്ടൂലേ മഴ പെയ്താൽ. സ്കൂള് 2 ദിവസം ഉണ്ടാവില്ലല്ലോ. എന്ത് കഥ ഇവരെ തിങ്കിങ് പോകുന്ന പക്ഷെ ശ്രീനാഥൻ എങ്ങനെയായിരുന്നു പണ്ട്? അച്ഛനൊന്നും ആലോചിക്കരുത്. ആഗ്രഹിക്കുന്നത് അച്ഛൻ മഴ പെയ്താലും പെയ്തിട്ടേ സ്കൂൾ പോയില്ല. അതാണ് അച്ഛന്റെ പരിപാടി. അതുകൊണ്ട് തന്നെ അച്ഛൻ അതൊരു വിഷയമല്ല. പിന്നെന്താന്ന് വെച്ചാല് സ്കൂളിൽ പോകുന്നില്ല അച്ഛനോട് പറയും. പക്ഷെ പോലെ വേറെ എവിടെയോ അത് ക്രിക്കറ്റ് കളിക്കാനും കണ്ടത്തില് ചാണകം ചവിട്ടി ഫുട്ബോൾ കളിക്കാനും കണ്ടതിൽ കാടകം ചവിട്ടി തന്നെ ഫുട്ബോൾ കളിക്കണം കേട്ടാ. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞ അമ്മമ്മയായിരിക്കും, ലീലമ്മയായിരിക്കും. അച്ഛനും പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും കളിക്കില്ല. അത് അച്ഛന്റെ കാര്യ പറഞ്ഞ എന്റെ അല്ല. എന്തായാലും അച്ഛൻ്റെ സ്വഭാവം കിട്ടിയിട്ടുണ്ടാവൂലേ. എന്നാ മേതൂട്ടി ഇവര് പറയുന്നേടാ അങ്ങനെയാണ് ശരിക്കും അച്ഛൻ. അങ്ങനെ തന്നെ സ്കൂളിൽ പോവാൻ മടി, ഇതാ ക്രിക്കറ്റ് കളിക്കാൻ ചാണകം ചവിട്ടിട്ട് വേറെ പോകും. ചാണകം ചവിട്ടി അതൊരാള് പറഞ്ഞതേ ഇല്ല. ചാണകം ചവിട്ടി എല്ലാരും ചാണകം ചവിട്ടി. മേതൂട്ടി നീ അച്ഛനെ ഏറ്റുപിടിച്ചു മേതു അത്. അപ്പൊ അങ്ങനെയല്ലാണ് ഇന്നത്തെ നമ്മള് വിശേഷം. അതെ. പുതിയൊരു വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.